വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ജോമി ജോസഫ്. ഞാനൊരു ഇൻഷുറൻസ് അഡ്വൈസറാണ്. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് ഈയിടെ പുറത്തിറക്കിയ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോളിസിയുടെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയുടെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് ശരിക്കും ഒരു സൂപ്പർ സ്റ്റാർ തന്നെയാണ്. കാരണം അത്രയധികം ഫീച്ചേഴ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. ഈ ഒരൊറ്റ പോളിസി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഒരു പോളിസിയെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. അത്രയധികം നല്ല ഫീച്ചേഴ്സ് ഈ ഒരു പോളിസിയുടെ അകത്ത് വരുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ആഗ്രഹമുള്ളവർ തുടർന്ന് ഈ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ ഈ പോളിസി പുതിയത് ഇറങ്ങിയിട്ട് 2 ആഴ്ചയോളം ആയിട്ടുണ്ട്. ഇതിന്റെ എൻട്രി ഏജ് എന്ന് പറയുന്നത് 18 വയസ്സാണ്. 18 വയസ്സ് മുതൽ എനി ഏജിലുള്ളവർക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇൻഡിവിജ്വലായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഫ്ലോട്ടറായിട്ട്, ഫാമിലി ഫ്ലോട്ടറായിട്ട് നമുക്ക് എടുക്കുമ്പോൾ കുട്ടികളെയും നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതിനകത്ത് വരുന്ന പ്രധാന ആകർഷണം എന്ന് പറയുന്നത് 25 വയസ്സ് വരെ, 91 ഡേയ്സ് മുതൽ 25 വയസ്സ് വരെ കുട്ടികളെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് മുമ്പുണ്ടായിരുന്ന അഷ്വർ പോളിസിയുടെ അകത്താണെങ്കിൽ 18 വയസ്സ് വരെ നമുക്ക് കുട്ടികളെ ഇതിനകത്ത് ചേർക്കാനായിട്ട് സാധിച്ചിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഫാമിലി സൈസ് ഇവിടെ വരുന്നത് 2 അഡൾട്ട്, ഹസ്ബൻഡ് വൈഫ് 4 കുട്ടികൾ വരെ നമുക്കിവിടെ ആഡ് ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. ഡിപ്പെൻഡന്റ് ചിൽഡ്രൻ ആയിട്ട് നിൽക്കുന്ന അവരെയാണ് ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് പറ്റും. മുമ്പുള്ളതിനകത്ത് 2 അഡൾട്ട് 3 ചിൽഡ്രൻ ആയിരുന്നു, ഇവിടെ 4 ചിൽഡ്രൻ വരെ വന്നിട്ടുണ്ട്. ഇതിന്റെ സം അഷ്വേർഡിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിന്റെ മിനിമം സം അഷ്വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10 ലാക്ക് എന്നാണ്. പിന്നീട് 15, 20 ലാക്ക്, 25 ലാക്ക്, 50 ലാക്ക്, 1 crore അൺലിമിറ്റഡ് ഒരു സം ഇൻഷുർഡ് ഓപ്ഷൻ കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മുമ്പുണ്ടായിരുന്ന അഷ്വർ പോളിസിയിലാണെങ്കിൽ 2 crore വരെയാണ് നമുക്ക് ലിമിറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ അൺലിമിറ്റഡ് സം ഇൻഷുർഡ് നമുക്ക് ഇവിടെ എടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, എടുക്കുന്ന വ്യക്തിയുടെ ഏജ് 65 വയസ്സിന് താഴെയായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് 1 crore അല്ലെങ്കിൽ അതിന് മുകളിലുള്ള അൺലിമിറ്റഡ് ഓപ്ഷൻ കിട്ടുള്ളൂ. പിന്നെ നമുക്കിവിടെ കോ പേയ്മെന്റ് ഇവിടെ നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ പ്രീമിയം പ്രൈസിങ്ങിനകത്ത് 3 തരം സോണുകളാണ് വരുന്നത്. ആ 3 സോണുകൾക്കും പ്രീമിയം വ്യത്യാസം വരുന്നുണ്ട്. ഓരോ റീജിയൻ വൈസ് 3 സോണായിട്ട് അതിനെ തിരിച്ചിട്ടുണ്ട്. ഇനി പോളിസി ടേം വരുന്നത് നമുക്ക് മിനിമം 1 ഇയർ ഇയർലി ആണ് നമുക്ക് ഇതിന്റെ പ്രീമിയം അടയ്ക്കാനായിട്ട് സാധിക്കുക. മാക്സിമം നമുക്ക് 5 ഇയർ വരെ ഒന്നിച്ച് വേണമെങ്കിൽ പ്രീമിയം അടയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നിച്ച് അടയ്ക്കുമ്പോൾ നമുക്ക് പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീമിയം ഹൈക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളത് ബാധിക്കാത്ത രീതിയിൽ നമുക്ക് ഇങ്ങനെ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 2 രീതിയിലുള്ള ഗുണം അതിനകത്ത് കിട്ടും. നമുക്ക് ഒന്നുകിൽ പോളിസിയുടെ പ്രീമിയം ഹൈക്ക് വരുമ്പോൾ നമ്മളത് ബാധിക്കില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡിസ്കൗണ്ടും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് EMI ഓപ്ഷൻ അടയ്ക്കാനുള്ള അവസരവും ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി ഇതിൽ കിട്ടുന്ന ഡിസ്കൗണ്ട്സിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഇതിൽ കിട്ടുന്നത് ഒന്ന് ഇയർലി റിന്യൂവൽ ഡിസ്കൗണ്ട് ആണ്. അതായത് 2.5% നമുക്ക് ഇയർലി റിന്യൂവൽ ഡിസ്കൗണ്ട് കിട്ടുക. അപ്പം നമ്മുടെ ഡ്യൂ ഡേറ്റിന് 30 ദിവസം മുമ്പ് നമ്മളിത് റിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഇയർലി റിന്യൂവൽ ഡിസ്കൗണ്ട് കിട്ടുക. ഇത് ഫസ്റ്റ് 3 റിന്യൂവൽസ് മാത്രമേ നമുക്ക് ഈ ഒരു ഡിസ്കൗണ്ട് കിട്ടുള്ളൂ. പിന്നെ അടുത്തത് കിട്ടുന്നതാണ് ലോങ് ടേം ഡിസ്കൗണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, 5 വർഷത്തെ പ്രീമിയം ഒന്നിച്ചടയ്ക്കുമ്പോൾ നമുക്ക് 16%, 50 ഇയർ പ്രീമിയത്തിന്റെ 16% ഡിസ്കൗണ്ട് കിട്ടും. 4 വർഷത്തെ ഒന്നിച്ചടക്കുമ്പോൾ 14%, 4th ഇയർ പ്രീമിയത്തിന്റെ കിട്ടും. 3 വർഷം ഒന്നിച്ചടയ്ക്കുമ്പോൾ 12%, 3rd ഇയറിന്റെ കിട്ടും. 2 വർഷം ഒന്നിച്ചടയ്ക്കുമ്പോൾ 10%, 2nd ഇയർ പ്രീമിയത്തിന്റെ കിട്ടും. അപ്പൊ ഇതാണ് ലോങ് ടേം ഡിസ്കൗണ്ട് വരുന്നത്. അത് കൂടാതെ ഒരു വെൽനസ് ഡിസ്കൗണ്ട് 20%. ഇതുവരെ ഒരു വെൽനസ് ആപ്ലിക്കേഷൻ ഉണ്ട്. അതുവഴിക്ക് നമ്മുടെ ആക്ടിവിറ്റീസ് നമ്മൾ മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെൽനസ് ഡിസ്കൗണ്ട് ആയിട്ട് 20% റിന്യൂവലിന്റെ സമയത്ത് നമുക്ക് കിട്ടാനായിട്ടുള്ള അവസരമുണ്ട്. ഇനി വരുന്നത് വെയിറ്റിംഗ് പീരീഡ് ആണ്. ഇത് മറ്റ് പോളിസികളെ പോലെ തന്നെ ഇനീഷ്യൽ വെയിറ്റിംഗ് പീരീഡ് 30 days ആണ് അസുഖങ്ങൾ കവർ ചെയ്യാനായിട്ട്. ഫസ്റ്റ് ഡേ മുതൽ നമുക്ക് ആക്സിഡന്റ് കവറേജ് സ്റ്റാർട്ട് ചെയ്യുന്നു. 30 ദിവസം കഴിഞ്ഞാൽ അസുഖങ്ങൾ കവർ ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ സ്പെസിഫിക് വെയിറ്റിംഗ് പീരീഡ് ഉള്ള 10-20 അസുഖങ്ങൾ വരുന്നുണ്ട്. അതിന് 24 മാസം അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ കവറേജ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ്, ഓൾറെഡി നമുക്കുള്ള അസുഖങ്ങൾ കവർ ചെയ്യാനായിട്ട് 3 വർഷം അല്ലെങ്കിൽ 36 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ കിട്ടുള്ളൂ. ഇനി ഇതിന്റെ ബേസ് കവറിനെ കുറിച്ച് പറയുമ്പോൾ റൂം റെന്റ് നമുക്ക് എനി റൂം എടുക്കാം. നമുക്ക് ഏത് റൂം വേണമെങ്കിലും ഇവിടെ ചൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഫഷണൽ ഫീസ്, ടെസ്റ്റ്, മെഡിസിൻ, ICU എല്ലാം ഇതിനകത്ത് കവേർഡ് ആണ്. മോഡേൺ ചികിത്സകൾ, മോഡേൺ ട്രീറ്റ്മെന്റ്സ്, അതുപോലെ തന്നെ ആയുഷ് ട്രീറ്റ്മെന്റിനകത്ത് വരുന്നത് നമുക്ക് ആയുർവേദം, ഹോമിയോ അതുപോലെയുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഹോസ്പിറ്റലൈസേഷന് മുമ്പും ശേഷവും, അതായത് ഹോസ്പിറ്റലൈസേഷന് മുമ്പ് ഒരു 90 ദിവസവും ശേഷം 150 ദിവസവും നമുക്ക് അതിന്റെ എക്സ്പെൻസ് കൂടെ ഇതിനകത്ത് കവർ ചെയ്ത് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഡേ കെയർ പ്രൊസീജിയേഴ്സ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ കവർ ചെയ്യുന്നുണ്ട്. ഹോം കെയർ ട്രീറ്റ്മെന്റ് കവേർഡ് ആണ്. അതുപോലെ തന്നെ ഓർഗൻ ഡോണർ കവർ, നമുക്ക് അവയവദാനം ചെയ്യുന്ന വ്യക്തിയുടെ എക്സ്പെൻസും കൂടെ ഇവിടെ കവർ ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡൊണേഷൻ കഴിഞ്ഞിട്ട് 150 ദിവസത്തിനുള്ളിൽ വരുന്ന കോംപ്ലിക്കേഷൻസും നമുക്ക് ഇതിനകത്ത് കവർ ചെയ്ത് കിട്ടുന്നുണ്ട്.
അതുപോലെ തന്നെ ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ, വീട്ടിൽ കിടന്നുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ടുള്ള ഒരു സൗകര്യമാണ് ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുക. അതിവിടെ കവർ ചെയ്യുന്നുണ്ട്. റോഡ് ആംബുലൻസിന്റെ എക്സ്പെൻസ് ഫുൾ ആയിട്ട് തന്നെ ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. എയർ ആംബുലൻസ് നമുക്ക് ഒരു പോളിസി ഇയറിൽ 5 ലക്ഷം വരെ എയർ ആംബുലൻസ് എക്സ്പെൻസും ഈ പോളിസിയുടെ അകത്ത് നമുക്ക് കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അൺലിമിറ്റഡ് ടെലി കൺസൾട്ടേഷൻ, നമുക്ക് സ്റ്റാർ ഹെൽത്തിന്റെ ആപ്ലിക്കേഷൻ വഴി നമുക്ക് അവരുടെ പാനൽ ഡോക്ടേഴ്സിനെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് കൺസൾട്ട് ചെയ്യാനായിട്ട്, ഫ്രീ ആയിട്ട് കൺസൾട്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഈ പോളിസിയുടെ അകത്തുണ്ട്. പിന്നെ അടുത്തൊരു ഓപ്ഷനാണ് സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ. നമുക്കത് എടുക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന ഒരു ഡോക്ടറുടെ അല്ലാതെ നമുക്കൊരു ഒപ്പീനിയനും കൂടെ വേറെ ഡോക്ടറുടെ എടുക്കണമെങ്കിൽ അതും നമുക്കിവിടെ ഫ്രീ ആയിട്ട് എടുക്കാനായിട്ടുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ റീസ്റ്റോറേഷനകത്ത് വരുന്നത് നമുക്ക് 100% സബ്മിഷ്യൂർഡ് റീസ്റ്റോർ ചെയ്ത് കിട്ടും. അപ്പം അതിനായിട്ടുള്ള നമ്മൾ ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാലും അൺലിമിറ്റഡ് ആയിട്ട് റീസ്റ്റോറേഷൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നോ ക്ലെയിം ബോണസ്, ക്ലെയിം വരാത്ത വർഷങ്ങളിൽ 50% നമുക്ക് സബ്മിഷ്യൂർഡിന്റെ ബോണസ് നമുക്ക് ഇവിടെ അഡീഷണൽ ആയിട്ട് കിട്ടുന്നുണ്ട്. മാക്സിമം 100% വരെയാണ് ഈ നോ ക്ലെയിം ബോണസ് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ പ്രീമിയം വീവർ ബെനിഫിറ്റ്, ഇപ്പോൾ പ്രപ്പോസർ ഒന്നുകിൽ ക്രിട്ടിക്കൽ ഇൽനെസ്സിൽ പെട്ട 54 തരം അസുഖങ്ങൾ ഏതെങ്കിലും ഒന്ന് ഡയഗ്നോസ് ചെയ്യുകയോ അല്ലെങ്കിൽ ആക്സിഡന്റ് മൂലം മരണപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അടുത്തൊരു വർഷം നമുക്ക് ഇതിന്റെ പ്രീമിയം അടയ്ക്കേണ്ടതായിട്ടില്ല. അപ്പോൾ അങ്ങനെ പ്രീമിയം ചെയ്ത് കിട്ടാനായിട്ടുള്ള ഒരു അവസരം ഇതിനകത്തുണ്ട്. ഇതൊക്കെ ഇൻബിൽട്ട് ആയിട്ട് ഈ പോളിസിയുടെ അകത്തുള്ള കാര്യങ്ങളാണ്. അടുത്തൊരു പോയിന്റ് ആണ് നമുക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത്, ഫ്രീസ് യുവർ ഏജ് എന്നുള്ളത്. നമുക്ക് നമ്മുടെ പ്രീമിയം ഫ്രീസ് ചെയ്ത് വെക്കാനായിട്ടുള്ള അവസരമാണ്. നമുക്ക് ഒന്നുകിൽ 2 കണ്ടീഷനാണ് അവർ പറയുന്നത്. ഒന്നുകിൽ നമുക്ക് ഒരു ക്ലെയിം വരുന്നത് വരെ, അല്ലെങ്കിൽ നമ്മൾ 56ാമത്തെ വയസ്സിലേക്ക് എത്തുന്നത് വരെ. ഇതിൽ ഏതാണോ ആദ്യം വരുന്നത് അവിടെ വെച്ച് നമ്മുടെ പ്രീമിയം ചേഞ്ച് ആവും. അപ്പൊ അതുവരെയും നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാം. നമ്മൾ എടുക്കുന്ന ഇപ്പൊ ഒരു 30 വയസ്സിലെടുക്കുന്ന ഒരു വ്യക്തിക്ക് 56 വയസ്സ് വരെ ക്ലെയിം ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ സെയിം പ്രീമിയം അടച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ പോളിസിയിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അടുത്തൊരു നല്ല ഓപ്ഷനാണ് ഡെന്റൽ ചെക്കപ്പ് ആൻഡ് ക്ലീനിങ്ങിന് നമുക്ക് ഇവിടെ കവറേജ് കിട്ടുന്നു എന്നുള്ളത്. അതെല്ലാത്തിനും കിട്ടില്ല. ഡെന്റൽ ചെക്കപ്പിന് വേണ്ടിയുള്ള കൺസൾട്ടേഷൻ, എക്സ്റേ എടുക്കുന്നതിന്, അതുപോലെ തന്നെ സ്കെയിലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്, പല്ല് വെളുപ്പിക്കാനായിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സ്കെയിലിംഗ് എന്നുള്ളത്. അപ്പൊ ഈ 3 കാര്യങ്ങൾക്കാണ് നമുക്ക് ഇവിടെ കിട്ടുക. ക്യാഷ്ലെസ് ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ കിട്ടും. അത് സെക്കൻഡും തേർഡ് പോളിസി ഇയേഴ്സിൽ മാത്രമേ നമുക്കിത് കിട്ടുള്ളൂ. ഫസ്റ്റ് ഇയർ കിട്ടില്ല, സെക്കൻഡ് ഇയർ കിട്ടും, തേർഡ് ഇയർ കിട്ടും. അത് ഒന്നിച്ചെടുക്കാൻ പറ്റില്ല. അത് വർഷങ്ങളിൽ എടുത്തു പോകേണ്ടതായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വരുന്ന പാക്കേജ് കവേഴ്സ്, ഇതിൽ ഏറ്റവും ഇതിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നതാണ് ഈ സൂപ്പർ സ്റ്റാർ ബോണസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പോളിസി ഇയറിൽ നമുക്ക് ക്ലെയിം വന്നാലും ഇല്ലെങ്കിലും നമുക്ക് 100% സബ്മിഷ്യൂർഡ് അടുത്ത വർഷത്തേക്ക് കൂടും. നമ്മൾ ഉദാഹരണത്തിന് 10 ലക്ഷത്തിന്റെ പോളിസി എടുത്തു, നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ നമുക്കത് 20 ലക്ഷമായിട്ട് മാറും. അതുകൂടാതെ നോ ക്ലെയിം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നോ ക്ലെയിം ബോണസ് ആയിട്ട് 5 ലക്ഷം കൂടെ കൂടും. അപ്പൊ 10 ലക്ഷം പോളിസി എടുക്കുന്ന ഒരു വ്യക്തിക്ക് നെക്സ്റ്റ് ഇയർ ആ വ്യക്തിയുടെ കവറേജ് എന്നുള്ളത് 25 lakhs ആയിട്ട് കൂടും. ഇതെല്ലാ വർഷവും നമ്മൾ പോളിസി എടുത്ത് ഇത് കണ്ടിന്യൂ ചെയ്യുന്നതിനനുസരിച്ച് എല്ലാ വർഷവും 100% അഡീഷണൽ സബ്മിഷ്യൂർഡ് ഇവിടെ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്കൊരു 10 വർഷമൊക്കെ കഴിയുമ്പോൾ നല്ലൊരു എമൗണ്ട്, അതായത് നമ്മുടെ കവറേജ് 1 കോടിക്ക് മുകളിലേക്ക് എത്തിയിട്ടുണ്ടാവും. നമ്മൾ അഡീഷണൽ ആയിട്ട് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് ഇൻബിൽട്ട് ആയിട്ടുള്ളതാണ്, നമുക്ക് ആഡ് ഓൺ ആയിട്ടുള്ള കവർ അല്ല. അതുപോലെ തന്നെ മെയിൻ ഒരു അട്രാക്ഷൻ ആണ് ഡ്യൂറബിൾ മെഡിക്കൽ എക്യുപ്മെന്റ് കവർ. ഇവർ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഈ CPAP, വെന്റിലേറ്റർ, വീൽ ചെയർ, പ്രോസ്തെറ്റിക് ഡിവൈസ്, സക്ഷൻ മെഷീൻ, കൊമോഡ് ചെയർസ്, ഇൻഫ്യൂഷൻ പമ്പ്, ഓക്സിജൻ കോൺസെൻട്രേറ്റർ തുടങ്ങിയിട്ടുള്ള 8 തരം ഡ്യൂറബിൾ എക്യുപ്മെന്റോടെ പറയുന്നുണ്ട്. ഒന്നുകിൽ അത് വാങ്ങാനോ അല്ലെങ്കിൽ അതിന്റെ റെന്റലായിട്ടോ നമുക്ക് 5 lakh വരെ നമുക്കിത് കിട്ടുന്നതാണ്. നമുക്ക് ലൈഫ് ടൈമിൽ ഒരു തവണ മാത്രമേ നമുക്കിത് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഒന്നുകിൽ നമുക്ക് റെന്റലായിട്ട് ഇത് വാങ്ങാം, റെന്റ് കൊടുക്കാനായിട്ട് അത് യൂസ് ചെയ്യാം ഒറ്റ തവണയായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇത് വാങ്ങാനായിട്ടും നമുക്കിത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ അടുത്തൊരു കവറാണ് കമ്പാഷനേറ്റ് വിസിറ്റ് എന്നുള്ളത്. നമുക്കിപ്പോൾ ഹോസ്പിറ്റലൈസേഷൻ വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിലല്ല, പുറത്താണെങ്കിൽ, ഇപ്പം നമ്മുടെ കേരളത്തിന് പുറത്താണ് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ളതെങ്കിൽ നമ്മുടെ സ്പൗസിന് അങ്ങോട്ട് വരാനായിട്ടുള്ള കമ്പാഷനേറ്റ് വിസിറ്റിന് വേണ്ടിയിട്ട് ഒരു 10,000 നമുക്ക് കിട്ടാനായിട്ടുള്ള അവസരം ഈ ഒരു പോളിസി തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ സെക്കൻഡ് ഒപ്പീനിയൻ, ഇപ്പൊ നമ്മുടെ ഇന്ത്യക്ക് പുറത്തുനിന്ന് ഒരു ഡോക്ടറുടെ ഒരു ഒപ്പീനിയനും കൂടെ എടുക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള അവസരം ഈ ഒരു പോളിസി തരുന്നുണ്ട്. അത് നമുക്ക് പോളിസി ഇയറിൽ ഒരു തവണയാണ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്കത് വേണമെങ്കിൽ വേണ്ടാന്ന് വെക്കാനായിട്ടുള്ള അവസരമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ പ്രീമിയം കുറവായിട്ട് കിട്ടുന്നതാണ്. അപ്പൊ അത് സോൺ ബിയിൽ പെട്ടാൽ മാത്രമാണ് നമുക്കത് ഡീസെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉള്ളൂ. സോൺ എയിൽ വരുന്നതാണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മളത് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തത് വരുന്നത് ഇതിന്റെ ഓപ്ഷണൽ ബെനിഫിറ്റ്സ് ആണ്. അതിൽ ഒന്ന് വരുന്നതാണ് കൺസ്യൂമബിൾ കവർ. അപ്പൊ അതൊരു ഓപ്ഷണൽ റൈഡർ ആയിട്ടാണ് ഈ ഒരു പ്ലാനിനകത്ത് കൊടുത്തിരിക്കുന്നത്. 68 തരത്തിലുള്ള കൺസ്യൂമബിൾസ് കവർ ചെയ്യണമെങ്കിൽ നമുക്ക് ആ കൺസ്യൂമബിൾ കവർ എടുത്താൽ മാത്രമേ നമുക്ക് ഈ കൺസ്യൂമബിൾസ് കവർ ചെയ്യുള്ളൂ. അതുപോലെ ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് നമുക്ക് അതും ഓപ്ഷണൽ ആണ്. അതിനുവേണ്ടി അഡീഷണൽ പ്രീമിയം നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സമ്മേഷന്റെ 1% മാക്സിമം 25,000 വരെ നമുക്ക് ഇതിനകത്ത് ആനുവൽ ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്.
അത് വാക്സിനേഷൻ ആണെങ്കിലും നമുക്കിവിടെ ക്യാഷ്ലെസ് ആയിട്ട് എടുക്കാനായിട്ടുള്ള അവസരമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യത്തെ 3 വർഷങ്ങളിൽ എടുത്താൽ മാത്രമേ പിന്നീട് അത് കണ്ടിന്യൂ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. 3 വർഷത്തിന് ശേഷം പിന്നെ ഇത് ഓപ്ഷൻ ആഡ് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് അവിടെ കിട്ടില്ല. അതുപോലെ തന്നെ അടുത്തൊരു നല്ലൊരു ഓപ്ഷനാണ് ലിമിറ്റ്ലെസ് കെയർ എന്നുള്ളത്. നമുക്കത് ഓപ്ഷണൽ റൈഡർ തന്നെയാണ്. ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള കവറേജ് ആണ് ഇവിടെ കിട്ടുക. അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് 10 ലക്ഷത്തിന്റെ പോളിസി എടുത്തു, നമ്മുടെ ക്ലെയിം വന്നത് ഒരു 50 ലക്ഷം ആണെങ്കിൽ ഈ ലിമിറ്റ്ലെസ് കെയർ എന്നുള്ള ഓപ്ഷൻ നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ ആ ത്രൂ ഔട്ട് നമ്മുടെ ഫുൾ ബില്ല് ഇവിടെ കവർ ചെയ്ത് നമുക്ക് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 10 ലക്ഷം മാത്രമേ കിട്ടുള്ളൂ, ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും. അടുത്ത് വരുന്നൊരു സംഭവമാണ് ഫ്യൂച്ചർ ഷീൽഡ് എന്നുള്ളത്. ഇതും നല്ലൊരു ഓപ്ഷനാണ്, പക്ഷേ ഇത് അഡീഷണൽ ഓപ്ഷനാണ്, നമ്മൾ അഡീഷണൽ ആയിട്ട് പേ ചെയ്യേണ്ടി വരും. ഇത് എടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മളൊരു മെമ്പറെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ എല്ലാ കാര്യങ്ങളും വ്യൂ ചെയ്ത് കിട്ടുന്ന ഒരു സംഭവമാണ്. ഇനീഷ്യൽ വെയിറ്റിംഗ് പീരീഡ്, പ്രീ എക്സിസ്റ്റിംഗ് വെയിറ്റിംഗ് പീരീഡ്, സ്പെസിഫിക് ഡിസീസ് വെയിറ്റിംഗ് പീരീഡ് എല്ലാം കവർ ചെയ്ത് കിട്ടും. ഇപ്പോൾ ഒരു 3-4 വർഷത്തിന് ശേഷമാണ് ഒരു മെമ്പറിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അവർക്ക് വ്യൂ ചെയ്ത് കിട്ടും. ഫസ്റ്റ് ഡേ ആഡ് ചെയ്യുന്ന ദിവസം മുതൽ തന്നെ അവർക്ക് എല്ലാത്തിൻ്റെയും കവറേജ് കണ്ടിന്യൂ ആയിട്ട് കിട്ടും. നമുക്ക് ഉള്ള അതേ കവറേജ് തന്നെ അവർക്കും കിട്ടാനായിട്ടുള്ള ഒരു അവസരമാണ് ഫ്യൂച്ചർ ഷീൽഡ്. പിന്നെ അടുത്തത് വരുന്നതാണ് ക്വിക്ക് ഷീൽഡ്. ഇത് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പുതിയൊരു മെമ്പറിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ആസ്മ, ഹൈപ്പർ ലിപ്പിഡീമിയ ഈ തരത്തിലുള്ള 4 തരം അസുഖങ്ങൾ, ഇത് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ആയിട്ട് വരുന്നതിന് മുമ്പുള്ള അസുഖങ്ങളാണ്. അത് 30 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കവർ ചെയ്യാനായിട്ട് തുടങ്ങും, ഈ ഒരു ഷീൽഡ് എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം. പിന്നെ നമുക്ക് വരുന്നതാണ് മെറ്റേണിറ്റി എക്സ്പെൻസ്. മെറ്റേണിറ്റി എക്സ്പെൻസ് നമുക്കിവിടെ അഡീഷണൽ ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ 50,000 അല്ലെങ്കിൽ 1 lakh ആണ് നമുക്കിവിടെ മെറ്റേണിറ്റി എക്സ്പെൻസ്, ഡെലിവറി എക്സ്പെൻസിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇവിടെ വെയിറ്റിംഗ് പീരീഡ് 24 months വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാലേ നമുക്ക് ഇതിൻ്റെ കവറേജ് കിട്ടുള്ളൂ, മെറ്റേണിറ്റി എക്സ്പെൻസ് നമുക്ക് കവർ ചെയ്ത് കിട്ടുള്ളൂ. നമ്മൾ കുട്ടികളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് എടുക്കണം. കാരണം ന്യൂ ബോൺ ബേബി കവറും ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ പോളിസി എടുത്ത് 1 year കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടും, ന്യൂ ബോൺ ബേബി കവർ. ഇത് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ന്യൂ ബോൺ ബേബി കവർ നമുക്ക് ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ ജനിക്കുന്ന സമയത്ത് കുട്ടിക്ക് എന്തെങ്കിലും വൈകല്യങ്ങളോ മറ്റ് ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസോ വന്നു കഴിഞ്ഞാൽ നമുക്കത് കവർ ചെയ്യില്ല. അപ്പോൾ ഇതെടുത്താൽ മാത്രമേ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ മെറ്റേണിറ്റി, ഇപ്പോൾ കുട്ടികളെ പ്രതീക്ഷിക്കാത്തൊരു വ്യക്തികൾ, ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് പ്രസവമൊക്കെ നിർത്തിയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ ഇതെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ഇതിനകത്ത് തന്നെ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ട്രീറ്റ്മെൻ്റ് ഉള്ള നമ്മുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസും നമുക്ക് ഇതിനകത്ത് കവർ ചെയ്തുകൊണ്ട് കിട്ടാനായിട്ടുള്ള അവസരമുണ്ട്. ഇവിടെയും 24 months വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്, അത് കഴിഞ്ഞാലാണ് നമുക്കത് കിട്ടുള്ളൂ. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി സൈക്കിൾ, ഒരു സൈക്കിളിൽ മാത്രമാണ് ഒരു പോളിസിയിൽ നമുക്കിവിടെ പേ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് 10 ലക്ഷം, 15, 20, 25 ലക്ഷം സംരക്ഷണത്തിന് 2 ലക്ഷമാണ് ഒരു പോളിസിയിൽ ഇതിനു വേണ്ടി കിട്ടുക. 50 lakh 1 crore അൺലിമിറ്റഡ് ഓപ്ഷനകത്ത് 4 ലക്ഷമാണ് ഒരു പോളിസിയിൽ കിട്ടുക. അപ്പോൾ വന്ധ്യതാ ചികിത്സയ്ക്കും നമുക്കിവിടെ എക്സ്പെൻസ് കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഷോർട്ടായിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. ഇതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കവറുകൾ എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ സ്റ്റാർ ബോണസ് ആണ്. ഏറ്റവും നല്ലൊരു ബോണസ് ആണ്. നമുക്ക് ക്ലെയിം വന്നാലില്ലെങ്കിലും 100% നമുക്ക് അഡീഷണൽ സംരക്ഷണം കിട്ടും. അതുപോലെ തന്നെ ലിമിറ്റ്ലെസ് കെയർ നല്ലൊരു ഓപ്ഷനാണ്. ക്വിക്ക് ഷീൽഡ്, ഫ്യൂച്ചർ ഷീൽഡൊക്കെ നല്ല ഓപ്ഷൻസ് ആണ്. ആനുവൽ ഹെൽത്ത് ചെക്കപ്പും കുഴപ്പമില്ല, 25,000 രൂപ വരെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അഡീഷണൽ ഓപ്ഷൻസ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഓപ്റ്റ് ചെയ്തെടുക്കാം. ഇൻബിൽട്ട് ആയിട്ട് തന്നെ നമുക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ, ഫ്രീസ് യുവർ ഏജ് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഇതിനകത്ത്. അപ്പോൾ ഒറ്റ പോളിസി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കവറേജ് കൂടി വരികയും നമുക്ക് ഇഷ്ടമുള്ള റൂം തിരഞ്ഞെടുക്കാനായിട്ട് ഇതിനകത്ത് പറ്റും. നമുക്ക് അങ്ങനെ റൂമിന് പ്രത്യേകിച്ച് മാറ്റങ്ങളില്ല, നമുക്ക് ഏത് റൂം വേണമെങ്കിലും എടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും നല്ലൊരു പോളിസി ആയിട്ട് തന്നെ എനിക്ക് തോന്നിയൊരു പോളിസിയാണത്. ഏകദേശം മറ്റു പോളിസികളുടെ സെയിം പ്രീമിയം തന്നെയാണ് ഇവിടെ നമുക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പുതിയ പോളിസികൾ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്ന നല്ലൊരു പോളിസിയാണ് ഈ സൂപ്പർ സ്റ്റാർ എന്നുള്ളൊരു പോളിസി. നിലവിൽ മൈഗ്രേഷൻ ഇതുവരെ വന്നിട്ടില്ല. മൈഗ്രേഷൻ ആക്റ്റീവായി കഴിഞ്ഞാൽ നമുക്ക് മറ്റു പോളിസികൾ ഇതിലേക്ക് കൺവെർട്ട് ചെയ്ത് എടുക്കാനായിട്ടുള്ള അവസരം ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും പുതിയതായിട്ട് എടുക്കാൻ പോകുന്ന വ്യക്തികൾ ഇതുപോലെയുള്ള ഓപ്ഷൻസ് എടുത്ത് അവർക്ക് ആവശ്യമുള്ള അഡീഷണൽ റൈഡേഴ്സും കൂടെ മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഒരു ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച്, ഒരു പോർട്ടബിലിറ്റിയെ കുറിച്ച് മറ്റു ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ പോളിസിയെ കുറിച്ച് ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഇനി പോളിസി എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിനുള്ള നിർദ്ദേശങ്ങളും സഹായങ്ങളും ഞാൻ ചെയ്തു തരുന്നതാണ്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.